എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് പോയിൻ്റായിട്ട് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദൂരം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. റീസെൻ്റായിട്ടും അതേപോലെ തന്നെ ഒരു റെഗുലറായിട്ട് ഇൻ്റർവെൽസിൽ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതോടൊപ്പം ചെറിയൊരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ ഇൻ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2016/2022 ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, തേർഡ് ഓപ്ഷൻ ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ, ഫോർത്ത് ഓപ്ഷൻ ഡിഡക്റ്റ് ഫ്രം റിസർവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് ലോസ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലാണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ എ ആണ്. ആൻസർ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റാണ് നെറ്റ് ലോസ്. അത് വേറെ രീതിയിൽ നമുക്ക് എടുക്കാം. നമുക്കൊരു P&L അക്കൗണ്ട്, P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് സൈഡാണ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്, അപ്പോൾ ഡെബിറ്റ് ബാലൻസ്, അസറ്റിൻ്റെ ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്, ആ രീതിയിൽ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഇൻകം ആൻഡ് ഗെയിൻസ്, അപ്പം ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ആ രീതിയിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലയബിലിറ്റി സൈഡാണ്. ഷെയർ ക്യാപിറ്റൽ, ഡിപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, ബോറോവിങ്സ്, ലോൺ, ക്യാഷ്, ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്. പിന്നെ നാലാമത്തെ ഐറ്റമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്സ് ആൻഡ് റിസർവ് ഫണ്ട്. അഞ്ചാമത്തെ ഐറ്റം അതർ ഫണ്ട്സ്, റിസർവ് ആൻഡ് പ്രൊവിഷൻസ്. ആറാമത്തെ റിസർവ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ്. ഏഴാമത്തെ ഇൻട്രസ്റ്റ് പേബിൾ. എട്ടാമത്തെ ഗ്രാൻസ് സബ്സിഡി ഫ്രം ഗവൺമെൻറ്. ഒൻപതാമത്തെ എഡ്യൂക്കേഷൻ ഫണ്ട്. പത്താമത്തെ അതർ ലയബിലിറ്റീസ്. 11ാമത്തെ ചിട്ടി ആയിട്ടുള്ള MDS മ്യൂച്വൽ ഡിപ്പോസിറ്റ് സ്കീം എന്നുള്ള രീതിയിൽ. 12ാമത്തെ അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ബൈ. നമുക്ക് ചോദിക്കുന്നത് ഡ്യൂ ബൈ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയും ഡ്യൂ ടു അപ്പുറം അസറ്റ്സ്, ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ അസറ്റുമാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഐറ്റം നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓഫ് പ്രീവിയസ് ഇയർ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈഡിലാണ് കാണിക്കുന്നത്? ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റാണ്. ഇനി അസറ്റ് സൈഡ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർസ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അതർ ഇൻവെസ്റ്റ്മെൻറ്റ്, റിസർവ് ഫണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു മെമ്പേഴ്സ്, ഇൻട്രസ്റ്റ് റിസീവബിൾസ് കിട്ടാനുള്ളതാണല്ലോ അസറ്റ്സ്. അതുപോലെ തന്നെ അതർ അസറ്റ്സ്, മിസ്ലേനിയസ് ഇൻകം, പിന്നെ ചിട്ടി, മ്യൂച്വൽ ഡിപ്പോസിറ്റ് സ്കീമിൽ കിട്ടാനുള്ള രീതിയിൽ അസറ്റ് സൈഡിൽ എടുത്തിട്ടുണ്ട്. പിന്നെ മൂവബിൾ പ്രോപ്പർട്ടീസ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു. പിന്നെ നമ്മൾ പറഞ്ഞ നെറ്റ് ലോസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദി P&L അക്കൗണ്ട്. അപ്പോൾ നെറ്റ് ലോസ് ഏത് സൈഡിലാണ് കാണിക്കുന്നത്? അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. All cash and non-cash transaction of a cooperative society are recorded in. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2016/2022 ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ് ബുക്ക്, സെക്കൻഡ് ഓപ്ഷൻ ക്യാഷ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ഡേ ബുക്ക്, ഫോർത്ത് ഓപ്ഷൻ ബാങ്ക് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ താഴെ കൊടുത്തിട്ടുള്ള ഏത് രജിസ്റ്ററിൽ അല്ലെങ്കിൽ ഏത് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ ഡേ ബുക്കാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് നമുക്ക് ഡേ ബുക്കിൽ നിന്ന് ജനറൽ ലെഡ്ജറിൽ നിന്ന് റിസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ നിന്ന് പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഡേ ബുക്കാണ്. എന്താണ് ഡേ ബുക്ക് നോക്കാം. ഡേ ബുക്ക് ഈസ് ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ ജേണൽ എന്നാണ് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ഡെയിലി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ഡേ ബുക്ക്. ഡെയിലി ഉണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷനും അടുത്ത പോയിന്റ് പറയുന്നുണ്ട്. ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ദി ഡേ ബുക്ക്. സോ ഇറ്റ് ഈസ് ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഇൻ എ ഡേ ബുക്ക് ഓൾ ടൈപ്സ് ഓഫ് ക്യാഷ്, എല്ലാ ട്രാൻസാക്ഷനും ഒരു ക്യാഷ് ഓർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എവിടെ തന്നെ റെക്കോർഡ് ചെയ്യും? ഡേ ബുക്ക് റെക്കോർഡ് ചെയ്യും. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൾ ട്രാൻസാക്ഷൻ ആർ ഡയറക്ട്ലി റെക്കോർഡ് ഇൻ ദി ഡേ ബുക്ക്. സോ ദർ ഇസ് എ നോ നീഡ് ടു ഓപ്പൺ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഇൻ ദി ലെഡ്ജർ. ക്യാഷും നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഉള്ളതുകൊണ്ട് ഇനി എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഏത് പ്രിപ്പയർ ചെയ്യേണ്ട? ക്യാഷ് അക്കൗണ്ട് ഇൻ ദി ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ്
R&D statement is transferred to. Question paper code number 2016/2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, തേർഡ് ഓപ്ഷൻ ക്യാപിറ്റൽ ഫണ്ട്, ഫോർത്ത് ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് R&D. നമുക്ക് വേണ്ടി ഡയറക്റ്റ് തന്നെ നമുക്ക് ആൻസറിലേക്ക് R&D റിസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ്. എന്തായിരിക്കും റിസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ്? ഒരു റിയൽ അക്കൗണ്ട്, ഒരു ക്യാഷ്, ആ രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു ക്യാഷിൻ്റെ ഒക്കെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് അല്ലേ. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ എങ്ങോട്ടാണ് പോളിസി ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്കാണ് പോകുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എടുക്കാൻ നേരത്ത് നമുക്ക് ഏത് സ്യൂട്ടബിൾ ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2002/2022 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ഡേ ബുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിപ്രിസിയേഷൻ മെത്തേഡ് ജനറലി ഫോളോഡ് ഇൻ എ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2002/2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ റിവാലുവേഷൻ, സെക്കൻഡ് ഓപ്ഷൻ ആനുവിറ്റി, തേർഡ് ഓപ്ഷൻ ഗ്ലോബൽ, ഫോർത്ത് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡിപ്രിസിയേഷൻ മെത്തേഡാണ് ജനറലി ഫോളോ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ഡിപ്രിസിയേഷൻ ഫണ്ടാണ്. എന്താണ് ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്ന് നോക്കാം. അണ്ടർ മെത്തേഡ് നോ ഡിപ്രിസിയേഷൻ ഈസ് റിട്ടേൺ ഓഫ് ഫ്രം ദി അസറ്റ് ബട്ട് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ എമൗണ്ട് അസറ്റിൽ നിന്ന് കുറയ്ക്കില്ല. പക്ഷേ എന്താണ് പകരം ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത ശേഷം അത് ഡിപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദി അസറ്റ്. അങ്ങനെ ആ ലൈഫ് ടൈം ഓഫ് ദി അസറ്റിൻ്റെ ലൈഫ് ടൈം തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പല വർഷങ്ങളിലായി ഡിപ്രിസിയേഷനായിട്ട് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് ഡിപ്രിസിയേഷൻ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ആ അസറ്റ് റീപ്ലേസ് ചെയ്യും. ഈ ഒരു മെത്തേഡാണ് ഈ പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2024/2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ നെറ്റ് വർത്ത്, സെക്കൻഡ് ഓപ്ഷൻ കറണ്ട് റേഷ്യോ, തേർഡ് ഓപ്ഷൻ ലിക്വിഡ് റേഷ്യോ, ഫോർത്ത് ഓപ്ഷൻ CRAR. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് റേഷ്യോ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ CRAR ആണ്. CRARയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ആണ്. ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്യാപിറ്റൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ റിസ്ക് വെയ്റ്റഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് CRAR എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈസ് വാച്ച്ഡ് ബൈ റെഗുലേറ്റേഴ്സ് ടു ഡിറ്റർമിൻ എ ബാങ്കേഴ്സ് റിസ്ക് ഓഫ് ഫെയിലിയർ. ബാങ്കേഴ്സിൻ്റെ റിസ്ക് ഓഫ് ഫെയിലിയറിന് എത്രമാത്രം ഉണ്ട് അതിനുള്ള ചാൻസുകൾ ഈ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് കാണിക്കുന്ന റേഷ്യോ ആണ് ഇത് CRAR എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഡിപ്പോസിറ്റേഴ്സ് ആൻഡ് പ്രൊമോട്ട്. കാരണം എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിപ്പോസിറ്റേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദി സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം അറൗണ്ട് ദി വേൾഡ്. അപ്പോൾ ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ CRAR ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2020/2022 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം, സെക്കൻഡ് ഓപ്ഷൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, തേർഡ് ഓപ്ഷൻ ഡബിൾ കമ്പാർട്ട്മെൻ്റ് സിസ്റ്റം, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവിൽ ഫോളോ ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റമാണ്. എന്താണ് ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റം നോക്കാം. ഡബിൾ മെയിൻ സ്റ്റോക്ക് ആൻഡ് റീറ്റെയിൽ സ്റ്റോക്ക്. This is a special type of accounting procedure followed by district wholesale cooperative stores and big primary stores ആണ്. Having branches and sales depot. അങ്ങനെ ബ്രാഞ്ചസും സെയിൽസ് ഡിപ്പോട്ടും ഉള്ളടുത്ത്. അണ്ടർ ദിസ് സിസ്റ്റം സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് ഡിവൈഡ് ഇൻറ്റു 2. ഏതാണ്? മെയിൻ സ്റ്റോക്ക് ആൻഡ് റീറ്റെയിൽ സ്റ്റോക്ക്. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രിപ്പയർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2023/2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ട്രയൽ ബാലൻസ്, സെക്കൻഡ് ഓപ്ഷൻ R&D സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് ഓപ്ഷൻ R&D സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ഫോർത്ത് ഓപ്ഷൻ ട്രയൽ ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്.
എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, റിസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിങ് ഈ തവണത്തെ ഓപ്പണിംഗ് ആയിട്ടിട്ട് അങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ കൂടി ഹെൽപ്പോട് കൂടി ആ രീതിയിലാണ് ആൻസർ വന്നിട്ടുള്ളത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ഷോൺ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1028/2023 ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഒറിജിനൽ കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ, തേർഡ് ഓപ്ഷൻ മാർക്കറ്റ് പ്രൈസ്, ഫോർത്ത് ഓപ്ഷൻ റീസെയിൽ വാല്യൂ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബാലൻസ് ഷീറ്റിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഏത് പ്രൈസിലാണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ഒറിജിനൽ കോസ്റ്റ് പ്രൈസിലാണ്. നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫിക്സ്ഡ് അസറ്റിൻ്റെയൊക്കെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിംഗിൾ ഫണ്ട് ഓർ ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡിലാണ്. ഈ മെത്തേഡിൽ അണ്ടർ ദിസ് മെത്തേഡ് നോ ഡിപ്രിസിയേഷൻ ഈസ് റിട്ടേൺ ഓഫ് ഫ്രം ദി അസറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ എന്താണ് റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഒറിജിനൽ കോസ്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. ബട്ട് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ് ടു ദി P&L അക്കൗണ്ട് ചാർജ് ചെയ്ത ശേഷം അത് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാതെ ക്രെഡിറ്റ് ചെയ്യും. എവിടെ ക്രെഡിറ്റ് ചെയ്യും? ഡിപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ടിൽ ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദി അസറ്റ്. ആ അസറ്റിൻ്റെ ലൈഫ് ടൈമിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് ഡിപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ദ അസറ്റ് ഈസ് ഷോൺ അറ്റ് ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് അസറ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിലായിരിക്കും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ദ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫ് ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദി എവറി ഇയർ അറ്റ് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ എമൗണ്ട് ഈക്വൽ ടു ദി ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ് ലൈഫ്. ആ ഡിപ്രിസിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്, ആ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള എമൗണ്ട്, ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് ഔട്ട്സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഈക്വലായിട്ട് ആ ഒരു അസറ്റിൻ്റെ ലൈഫ് ടൈമിൽ റീപ്ലേസ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള എമൗണ്ടിലായിരിക്കും എന്ത് ഫിക്സ് ചെയ്യുന്നത്? ഇൻസ്റ്റാൾമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. ദിസ് പ്രൊസീജിയർ ഈസ് അലൗഡ് അണ്ടിൽ ദി ഡിപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ഈക്വൽസ് ദി അസറ്റ് അക്കൗണ്ട്. ഈ പ്രൊസീജിയർ ഡിപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ട് അസറ്റ് അക്കൗണ്ടിന് ഈക്വൽ ആവുന്നവരെയാണ് അലോ ചെയ്യുന്നത്. ഇൻ ദി മെയിൻ ടൈം ദ ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ഓൾസോ ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അണ്ടർ എ സെപ്പറേറ്റ് ഹെഡ് ഡിപ്രിസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ഓൾസോ ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കുന്നത്? ഡിപ്രിസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അണ്ടർ എ സെപ്പറേറ്റ് ഹെഡ് ഡിപ്രിസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഇസ് ഷോൺ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2018/2022 ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഡെബിറ്റ് സൈഡ് ഓഫ് ദി P&L അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ആഡഡ് ടു ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ്, തേർഡ് ഓപ്ഷൻ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ഫോർത്ത് ഓപ്ഷൻ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആയി പക്ഷേ ബട്ട് നോട്ട് റിസീവ്ഡ്, ഇൻകം ആൻഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ആ രീതിയിലെടുക്കാം. അത് എവിടെയാണ് കാണിക്കുന്നത്? ഇൻകം ഏൺ ചെയ്തു ബട്ട് നോട്ട് റിസീവ്ഡ് അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്.